യുവാക്കൾക്ക് അർഹമായ സീറ്റ് അവകാശമായി ചോദിച്ചു വാങ്ങുമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി അബിൻ വർക്കി. യൂത്ത് കോൺഗ്രസിനും KSUവിനും അർഹമായ സീറ്റ് നൽകണം. അബിൻ വർക്കിക്ക് സീറ്റുണ്ടോ എന്നത് വിഷയമല്ല. സാമുദായിക പിന്തുണയ്ക്കപ്പുറം വിജയസാധ്യതയാണ് പ്രധാന ഘടകമെന്നും അഡ്വക്കേറ്റ് അബിൻ വർക്കി റിപ്പോർട്ടറിന്റെ പോഡ്കാസ്റ്റിൽ പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് നോക്കിയാൽ അറിയാം, യുവാക്കൾ നിന്നിടത്തെല്ലാം തന്നെ UDFന് അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ പലരും തോക്കുമെന്ന് കണ്ട് കരുതി കൊടുത്ത സീറ്റുകളിൽ പോലും യുവാക്കൾ ജയിച്ചു വന്ന സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിക്കുമ്പോൾ യുവാക്കളുടെ ഒരു പങ്ക് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 50% സീറ്റുകളിൽ യുവാക്കളും സ്ത്രീകളും പരിഗണിക്കപ്പെടും എന്നുള്ള വളരെ കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകി കഴിഞ്ഞു. അതിൽ അബിൻ വർക്കി ഉണ്ടാകുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് താങ്കളെ പരിഗണിക്കാതിരുന്നപ്പോൾ ചെറിയ പരിഭവമൊക്കെ പറഞ്ഞ സമയത്ത് അബിൻ വർക്കിക്ക് നിയമസഭാ സീറ്റ് നൽകിക്കൊണ്ട് അത് പരിഹരിച്ചു ആ പ്രശ്നം എന്നായിരുന്നു കേട്ടിരുന്നത്. അത് നിങ്ങളുടെ കേൾവി മാത്രമാണ്. ഒന്ന്, ഞാൻ അതിനകത്തൊരു പരിഭവം പറഞ്ഞിട്ടില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അതിൽ അബിൻ വർക്കി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. മറിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ അത് എന്നാൽ കഴിയുന്ന എല്ലാവിധ ശ്രമങ്ങളും എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും, പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് ചോദിച്ചു മേടിക്കേണ്ടടുത്ത് ചോദിച്ചു മേടിക്കാനും, അത് ഇനി അല്പം വഴക്കിടേണ്ടടുത്ത് വഴക്കിടാനും ഞാൻ എന്നുള്ളതൊരു പ്രശ്നമല്ല. യൂത്ത് കോൺഗ്രസിനും KSUവിനും പ്രാതിനിധ്യം ഉറപ്പാക്കാൻ എന്നാൽ കഴിയുന്ന, ഈ പ്രസ്ഥാനത്താൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. അന്നും സഭ താങ്കൾക്ക് വേണ്ടി വാദിച്ചു എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പലരും, ചില പിതാക്കന്മാരൊക്കെ പരസ്യ പ്രസ്താവനയുമായി താങ്കളെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായും ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുമ്പോൾ അത്തരം ഘടകങ്ങൾ കൂടി പരിഗണിക്കപ്പെടുന്നുണ്ടാവില്ലേ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഘടകമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അത് വിന്നബിലിറ്റിയാണ്. വിന്നബിലിറ്റിക്ക് താഴെയാണ് മറ്റെല്ലാ ഘടകങ്ങളും വരുന്നത്. വിന്നബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെയാണ് ആദ്യം പരിഗണിക്കുന്നത് നേതൃത്വം. അതിനു വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് എടുക്കുന്നത്. ബാക്കി എല്ലാ ഘടകങ്ങളും അതിൻ്റെ താഴെയാണ് വരിക.